നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പെയ്ഡ് പ്രൊഫഷൻ, അതായത് ലോകത്തെ ഏറ്റവും ശമ്പളമുള്ള പ്രൊഫഷനിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്ന ഒന്നാണ് SAP എന്നുള്ളത്. എന്താണ് SAP എന്നുള്ളതും അതിൻ്റെ കരിയർ അവസരങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളും, അതല്ലെങ്കിൽ SAPയുടെ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പാർട്ട്ണർ നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളതും കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ, രണ്ട് വീഡിയോകൾ മുമ്പ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ നൽകിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഈ വീഡിയോ അങ്ങനെയുള്ള വീഡിയോകളുടെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ്. ഈ SAP പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്, അവർക്ക് ജോലിയായോ, ഉണ്ടെങ്കിൽ ഏതൊക്കെ കമ്പനികളിൽ എത്ര ശമ്പളത്തിലാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കരിയർ അറിവുകൾ, തൊഴിലവസരങ്ങളൊക്കെ ഈ ചാനലിലൂടെ മനസ്സിലാക്കാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം SAPയെ കുറിച്ച് ഒരു വാക്ക്. SAP എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ERP സോഫ്റ്റ്വെയർ ആണ്. ERP എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ. ഒരു ജർമ്മൻ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്, സർവീസാണ്. ഓർക്കുക, ഒരു കമ്പനിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും മുഴുവൻ പ്രവർത്തനങ്ങളും സെൻട്രലൈസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ ആണിത്. 180ഓളം രാജ്യങ്ങളിലെ ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ERP സോഫ്റ്റ്വെയർ ആണ് SAP എന്നുള്ളത്. അതുകൊണ്ട് 70% ലോകത്തിന്റെ ERP ട്രാൻസാക്ഷൻ ഒരു SAP ടച്ച് ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ SAPയുടെ തന്നെ പല മൊഡ്യൂളുകളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് പഠിക്കുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു BCom അല്ലെ MCom അല്ലെ MBA ഫിനാൻസുകാരൊക്കെ ആണെങ്കിൽ ഈ SAPയുടെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് പാർട്ടുണ്ട്. അതായത് S/4HANA ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇതൊക്കെ പഠിക്കുന്നതായിരിക്കും അനുയോജ്യം. അല്ലെങ്കിൽ നിങ്ങൾ ടെക്നോളജി IT-കാരൊക്കെ ആണെങ്കിൽ, ഉദാഹരണത്തിന് BCA അല്ലെ BSc കമ്പ്യൂട്ടർ സയൻസ്, MCA MSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, IT, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ടുണ്ട്, ABAP പഠിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ഡിഗ്രിക്കാർക്കും PG-കാർക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള മൊഡ്യൂളുകൾ തിരഞ്ഞെടുത്ത് SAP പഠിക്കുവാനായിട്ട് കഴിയും. ഈ SAPയിൽ തന്നെ ഒരു കൺസൾട്ടൻ്റ് ആകുവാനായിട്ടുള്ള SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പഠിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഇനി അതല്ലെങ്കിൽ ഈ പവർ യൂസർ, എൻഡ് യൂസർ പോലെയുള്ള പഠന അവസരങ്ങളും SAPയിലുണ്ട്. ഇവിടെ ട്രെയിനിങ് ഫീ പൊതുവെ കുറവാണെങ്കിലും ഈ അവസരങ്ങൾ എപ്പോഴും കൂടുതലായിട്ടുള്ളത് SAPയിൽ ഗ്ലോബൽ കൺസൾട്ടൻ്റ് എന്നുള്ളതാണ്. അവിടെയാണ് ഉയർന്ന ശമ്പളവും ലഭ്യമാവുക. ഈ SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷനൊക്കെ പഠിക്കുവാനായിട്ട് ഇന്ത്യയിലെ തന്നെ അവരുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നമ്മുടെ കൊച്ചിയിലാണുള്ളത്. EME ഇലക്ട്രോ മെക് എന്റർപ്രൈസ് എന്നുള്ളതാണ് ആ ഒരു സ്ഥാപനം. അവരുടെ ഒരു വലിയ ക്യാമ്പസ് അടുത്ത കാലത്ത് നമ്മുടെ കൊച്ചിയിൽ ആരംഭിച്ചിരുന്നു. അപ്പോൾ ആ ക്യാമ്പസ് ഞാൻ വിസിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൽകിയിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഗ്രാജുവേഷൻ സെറമണി, അതായത് ഈ SAP പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ഒരു ഗ്രാജുവേഷൻ സെറമണിയും പ്ലേസ്മെന്റിന്റെ ഒരു സെലിബ്രേഷനും ഒക്കെ അടുത്ത സമയത്ത് നടക്കുകയുണ്ടായി. അപ്പോൾ അത് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ SAP സ്റ്റുഡൻസിന്റെ സ്റ്റാറ്റസ് വീണ്ടും ഞാൻ മനസ്സിലാക്കി. ഈ EMEയിൽ നിന്ന് അടുത്ത സമയത്ത് SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ നേടിയ കുട്ടികളുടെ പ്ലേസ്മെന്റ് സ്റ്റാറ്റസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 2025 തന്നെ ഏതാണ്ട് 50-ലധികം കുട്ടികൾ ഓൾറെഡി പ്ലേസ്മെന്റ് ലഭിച്ചു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 100-ലധികം കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ലഭിച്ചിരുന്നു. ഇതിൽ തന്നെ അറിയുക, പലരും ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ ഫ്രഷേഴ്സ് ആണ് എന്നുള്ള കാര്യം. ഏതാണ്ട് 14 LPA, അതായത് 14 ലക്ഷം വരെ പ്രതിവർഷ ശമ്പളമുള്ള അവസരമിൽ ലഭിച്ചവരുണ്ട്. അതല്ലെങ്കിൽ ഡെലോയിറ്റിൽ ഇവർക്ക് കിട്ടിയ ശമ്പളം ഏതാണ്ട് 9.5 lakh പെർ ആനം എന്നുള്ളതാണ്. ക്യാപ്ജെമിനി, HCL ടെക്, ഇവരൊക്കെയാണ് ഈ SAPയുടെ EMEയിൽ നിന്നുള്ള മേജർ റിക്രൂട്ടേഴ്സ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഇതുകൂടാതെ കൊഗ്നിസന്റ്, EY, മൈൻഡ്ട്രീ, ഇൻഫോസിസ്, ആക്സെഞ്ചർ, മഹീന്ദ്ര, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കമ്പനികളിലാണ് കുട്ടികൾക്ക് പ്ലേസ്മെന്റ്, 100 കണക്കിന് പ്ലേസ്മെന്റുകൾ ലഭിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒട്ടനവധി സ്റ്റുഡൻസിനെ ഈ ഒരു ഗ്രാജുവേഷൻ സെറമണിയിൽ കാണുവാനായിട്ട് കഴിഞ്ഞു.
അപ്പം മികച്ച ശമ്പളമുള്ള, മികച്ച ജോലി സാധ്യതയുള്ള ഒരു പഠന മേഖലയാണ് SAP എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, പഠിച്ച എല്ലാവർക്കും ജോലി ലഭിക്കണമെന്നില്ല. നല്ല സ്ഥാപനത്തിൽ നന്നായി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് കഴിഞ്ഞാൽ മികച്ച കരിയർ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പം ഫ്രഷേഴ്സിന്, പ്രത്യേകിച്ച് ഡിഗ്രിയോ PGയോ എഞ്ചിനീയറിങ്ങോ ഒക്കെ കഴിഞ്ഞ ഫ്രഷേഴ്സിന്, അതല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിന് നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ SAP പഠന അവസരങ്ങൾ പരിഗണിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ EMEയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അവരെ കോൺടാക്ട് ചെയ്ത് കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓർക്കുക, ഈ SAPയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ, അല്ലെങ്കിൽ SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും ഒരു വെബിനാർ ഈ EME സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്തും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും SAPയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ കരിയർ അവസരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.